ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് ഫോട്ടോസെല്ലാം എടുക്കുമ്പോൾ എൻ്റെ മക്കളെ ഞാനെങ്ങനെ ഒരുക്കാറ് എന്ന് കാണിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അവരെ കുളിപ്പിക്കുന്ന തൊട്ട് ഞാൻ തുടങ്ങുന്നുണ്ട്. ഹിമാലയൻ്റെ ബേബി ഹെയർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരാളെ കുളിപ്പിച്ച് അവരെ തോർത്തി മിടുക്കനാക്കിയിട്ട് ബെഡിൽ കിടത്തിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ സെബാമഡിൻ്റെ ബോഡി ലോഷനാണ് യൂസ് ചെയ്യുന്നത്. ഇതവരുടെ സ്കിന്നിന് നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. പിന്നെ ഞാൻ ബേബി ഹഗിൻ്റെ ഡയപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഡയപ്പർ ക്രീമായിട്ട് സുഡോ ക്രീമാണ്. ഈ ഡയപ്പർ ആയാലും ഈ സുഡോ ക്രീമായാലും എനിക്ക് 100 മാർക്ക് കൊടുക്കാൻ തോന്നും. കാരണം അത്രയും ബെസ്റ്റാണ്. ഞാൻ ഒരുപാട് ക്രീം യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇതിലാണ് ഒരുപാട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ മറ്റേ കുളിപ്പിച്ച് ഒരുക്കുമ്പോഴത്തേക്ക് അടുത്ത ആൾ വന്ന് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മോനെ അവിടെ വെച്ചിട്ട് മോളെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. മോനിക്ക് യൂസ് ചെയ്തതേ ഹെയർ ഓയിൽ തന്നെയാണ് മോൾക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പച്ചെണ്ണ ജസ്റ്റ് ഒന്ന് മേത്ത് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ മോൻ്റെ ഇട്ട് കൊടുക്കാനുള്ള വീഡിയോ എടുത്തിട്ടില്ലേനു, അപ്പോൾ അതാണ് ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. ഇപ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ബെഡിൽ കിടത്തിയിട്ട് ക്രീമും ഡയപ്പറെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ എന്തായാലും ഫോട്ടോ എടുക്കുന്ന ഡ്രസ്സൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, കാരണം മുടിയെല്ലാം നനഞ്ഞിട്ടിരിക്കുകയല്ലേ. അപ്പോൾ ഭംഗി ഉണ്ടാവില്ല ഫോട്ടോയിലൊന്നും കാണാൻ, കുറച്ചൊന്ന് ഡ്രൈ ആവട്ടെ എന്ന് കരുതി. അപ്പോൾ ഇതാണ് ഡ്രസ്സ് രണ്ടാളിലെയും. അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് ഏകദേശം അവരൊന്ന് മാറ്റി കൊടുക്കുമ്പോഴത്തേക്ക്. പിന്നെ രണ്ടാളും ഡ്രസ്സെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തും പിടിച്ചും കളി തന്നെയാണ്. ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇവർക്ക് ഡ്രസ്സ് മാറ്റി കൊടുക്കാനും. എവിടെ പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഒരുങ്ങണം, എന്നാലേ കൃത്യസമയത്ത് ഇറങ്ങാൻ കഴിയൂ. ശരിക്കും പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. രണ്ടാളെ രണ്ട് ബൈക്കാണ് പോകാൻ, ഫോട്ടോ എടുക്കാനായാലും മാറ്റി കൊടുക്കാനായാലും പിടിച്ച് വെച്ച് വേണം എല്ലാം ചെയ്യാൻ. ഇപ്പോൾ ഇങ്ങനെ നടക്കാനും ചെയ്യാനും തുടങ്ങിയ ശേഷം ഭയങ്കര കളിയാണ്. നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഇങ്ങനെ എന്തെങ്കിലും ഫോട്ടോയിൽ എടുക്കുമ്പോൾ കുറച്ചൊരു കഷ്ടപ്പാട് വരാം. എന്നാലും നമ്മൾ ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് ഇങ്ങനെ ഒരുക്കി കൊടുക്കാനും മാറ്റി കൊടുക്കാനും. ഞാനിങ്ങനെ എല്ലാ മാസവും ഇവരെ ഡേറ്റിന് തന്നെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഒരാളെ ഞാൻ ഉറക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഉറക്കിയാലെ കാര്യങ്ങൾ നടക്കുമെന്ന് തോന്നിയിട്ട് രണ്ടാളെ ഉറക്കുന്നുണ്ട്. അപ്പോൾ ഉറങ്ങിയ സമയത്താണ് ഞാൻ ഐബ്രോ എല്ലാം വരഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഡാസ്ലറിൻ്റെ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. സെബാമഡിൻ്റെ പൗഡറും പിന്നെ ഇത് മോൻ്റെ കോമ്പാണ്. അപ്പോൾ സെബാമഡിൻ്റെ പൗഡർ ഞാൻ ജസ്റ്റ് ഐബ്രോൻ്റെ മേലെ ഇടാൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പൗഡർ അവർക്ക് ഇട്ട് കൊടുക്കാറില്ല, ലോഷൻ മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ. പിന്നെ മോൻ്റെ ബ്രഷ് ചിക്കോൻ്റെ ആണ്, നല്ല അടിപൊളി ബ്രഷാണ്, നല്ല കംഫർട്ടബിളാണ്. അപ്പോൾ മോൻ ഉറങ്ങിയ സമയത്ത് ഞാനിത് ഐബ്രോ വരച്ച് കൊടുക്കുന്നുണ്ട്. ചില സമയത്ത് നമുക്ക് നന്നായിട്ട് വരക്കാൻ കഴിയും, ചില സമയത്ത് തീരെ നന്നാവില്ല. അതെല്ലാം ഓരോ സമയത്ത് ലെക്ക് പോലെയാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന കാജൽ. അപ്പോൾ അവർക്ക് ചൊട്ട പോലെ കുത്തി കൊടുക്കാൻ ഞാൻ ഈ കാജൽ തന്നെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ കുറച്ച് വലുതായിപ്പോയി ഇപ്പം കുത്തിയത്. പിന്നെ പൗഡർ അതിൻ്റെ മേലിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മോനിക്ക് രണ്ട് ഭാഗത്ത് പിരികം വരഞ്ഞ് ചൊട്ടയും കുത്തി കൊടുത്ത് അവനെ തൊട്ടിലേക്ക് കിടത്തുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാനൊന്ന് മുടിയൊന്ന് ജസ്റ്റ് ബ്രഷ് കൊണ്ട് വാരി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരാൻ മാത്രം മുടിയൊന്നുമില്ല, എന്നാലും നമുക്കൊരു സന്തോഷമല്ലേ. ബ്രഷെല്ലാം ഈ ഒരു ബ്രഷ് കൊണ്ട് അവനക്ക് നന്നായിട്ട് വാരും, അങ്ങനെ വേദനയോ ഒന്നും ഉണ്ടാവില്ല, നല്ല കംഫർട്ടബിളാണ്. അപ്പോൾ മറ്റേയാളിതാ കൊതുക് വരുന്ന ടൈം ആയതുകൊണ്ട് ഞാൻ നെറ്റെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരെയാണ് ഇപ്പോൾ വരച്ച് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ട്. നമ്മൾ തൊടുമ്പോഴത്തേക്ക് അറിയും, അപ്പോഴത്തേക്ക് എണീക്കും. അപ്പോൾ ഇതാണ് മോളുടെ കോമ്പ്. അവൾക്ക് മോനേക്കാളും കുറച്ച് മുടിയുള്ളതുകൊണ്ട് ഈ ഒരു കോമ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പം മോളിതാ ഞാൻ ഐബ്രോ പെൻസിൽ കൊണ്ട് തൊടാൻ പോയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും ആൾ എണീറ്റു. പിന്നെ ഞാൻ മടിയിൽ കിടത്തിയിട്ട് പാലെല്ലാം കൊടുത്തൊന്ന് സെറ്റാക്കിയിട്ട് ഐബ്രോ വരഞ്ഞു കൊടുത്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, അപ്പോഴത്തേക്കും മറ്റേ ആൾ എണീറ്റിട്ടുണ്ട്. ഇത് പിന്നെ രണ്ടുപേരും പിന്നെ പൂച്ച ഉറങ്ങുള്ളൂ, വേഗം എണീക്കും പകലുറങ്ങിയാൽ. പിന്നെ രണ്ടാൾക്കും കളിക്കാൻ അങ്ങനെ സാധനങ്ങളിൽ മുന്നിലിട്ട് കൊടുത്തിട്ട് ഞാൻ മോളുടെ മുടിയൊന്ന് കെട്ടിക്കൊടുക്കാൻ നോക്കുന്നുണ്ട്. മോൾക്ക് കുറച്ച് മുടിയെല്ലാം ഉണ്ട്, അപ്പോൾ അത് കെട്ടാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ചെറിയൊരു ക്രാബിൻ്റെ മോഡൽ ചെറിയ ക്ലിപ്പുണ്ട്, അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡ് കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇവർക്ക് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെ ഇവരെ മുന്നിലിട്ട് കൊടുത്ത് കുറച്ച് സമയം ഇരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് കുറച്ച് അവരടങ്ങി ഇരുത്തുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരു കുട്ടികളുള്ള ആൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ രണ്ട് കുട്ടികൾ ഒരു ബൈക്ക് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ആഗ്രഹം ഇഷ്ടം കൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടാലും സാരില്ല, നമുക്ക് നല്ല മക്കളിപ്പോൾ ഇതാ പെട്ടെന്ന് വളരും. അപ്പോൾ നമുക്ക് ഇതൊക്കെ മിസ് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ നല്ല നിമിഷങ്ങളെല്ലാം വീഡിയോയിലെടുത്ത് ഞാൻ
വെച്ചിട്ടിങ്ങനെ കാണാൻ നല്ല രസമല്ലേ, പിന്നീട് നല്ലൊരു ഓർമ്മകളല്ലേ എന്ന് കരുതി ഞാനിങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇവർക്ക് വേണ്ട എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ മോനിക്ക് വേണ്ട മാച്ചായിട്ടുള്ള ക്യാപ്പ് ഏതാ നോക്കുന്നതിന്. അപ്പോൾ ഫസ്റ്റ് കണ്ട ക്യാപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. ആദ്യമെല്ലാം ക്യാപ്പ് നന്നായിട്ട് തലയിൽ ഇടുവാൻ, ഇപ്പം ക്യാപ്പ് ഇട്ട് കൊടുത്താൽ ഫുള്ള് വലിച്ച് ചാടലാണ്. 3-4 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് തലയിൽ ക്യാപ്പ് ഇട്ടത്. അപ്പോൾ ഷോക്സും മാച്ചിന് നോക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇത് രണ്ടാൾക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ മോള് ഒരു ഷോക്സ് കൊണ്ട് ഭയങ്കര കളിയാണ്. അപ്പോൾ ഞാനത് പിടിച്ച് വലിച്ചിട്ട് മോൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവരെ മുന്നിൽ ശ്രദ്ധ മാറാൻ വേണ്ടിയിട്ട് വേറെ സാധനങ്ങൾ കൊടുക്കും. ക്യാപ്പ് വലിച്ച് ചാടലാണ്. അവസാനം ഞാൻ കയ്യിലെന്തെല്ലോ കൊടുത്തിട്ടാണ് ലാസ്റ്റ് ക്യാപ്പ് ഇടാൻ സമ്മതിച്ചത്. കുറച്ച് സമയം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. മോൾക്ക് ഞാൻ കണ്ണാടിയിലും വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് എടുത്ത് കളയാനെല്ലാം നോക്കി, പിന്നെ കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ കുറച്ച് സമയം അടങ്ങിയിരുന്ന്. എന്നാലും മോനെ വെച്ച് മോൾ കുറച്ച് സമയം അതെല്ലാം വെച്ച് അങ്ങ് ഇരിക്കും, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ രണ്ടാളീ സ്റ്റെയറിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഫോട്ടോ എടുക്കാൻ നോക്കി. അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്, രണ്ടാൾ എപ്പോഴും ഇവിടെയാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ മോൾ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മോന് പക്ഷേ ഭയങ്കര അലമ്പാണ്. ഉറങ്ങിണിച്ചപ്പോൾ മുതലേ ഒരു മൂടില്ലാത്ത പോലെയാണ്, ഭയങ്കര കരച്ചിലാണ്, ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ട്. എന്നാലും ഞാൻ വീഡിയോസ് എടുക്കാമല്ലോ എന്ന് കരുതി. സാധാരണ ഇവർ ചെറുതിലെല്ലാം 4-5 മാസം വരെ നന്നായിട്ട് ഫോട്ടോസ് എടുക്കാൻ നിന്നെടുത്തുണ്ട്. പിന്നെ കരച്ചിലും അടിയോ എല്ലാമാണ്. അതിൻ്റെ ഇടയിൽ വീഡിയോസ് എടുത്ത് വെക്കും ഞാൻ, കാരണം അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാമല്ലോ എന്ന് കരുതും. അല്ലാതെ ഇവരെ ഒരുമിച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരാൾ കരയുമ്പോൾ ഒരാൾ ചിരിക്കും, അങ്ങനെയാണ്. അധികം മോൻ തന്നെയാണ് കൊളാക്കാൻ. പിന്നെ ഞാൻ അവിടെ വാങ്ങി വെച്ച് ഇവരുടെ മരുന്ന് തന്നെ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് ഞാൻ കരുതി ഫോട്ടോ എടുക്കാനെങ്കിൽ കുറച്ച് സമയം അടങ്ങി നിൽക്കുമല്ലോ എന്ന് നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കൊടുക്കാറില്ല. കാരണം ഇത് കാർഡ്ബോർഡ് ആയതുകൊണ്ട് അവർ നനച്ചിട്ട് തുപ്പല കൂട്ടി നനച്ചിട്ട് അതിനെ കൊണ്ട് കളിക്കും. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് കിട്ടിയ ഫോട്ടോസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്നും കിട്ടിയിട്ടില്ല, വീഡിയോസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എന്ത് സാധനം കൊടുത്തിട്ട് അതിനോട് ഭയങ്കര കളിയെന്നല്ലാണ്ട് ക്യാമറയിലേക്ക് നോക്കുന്നേ ഇല്ല. അപ്പോൾ ഞാൻ ഓർത്ത് സിംഗിളായിട്ട് എടുക്കുക, രണ്ടാളെയും വേറെ വേറെ ആയിട്ട്. എന്നിട്ടും കിട്ടിയില്ല. മോന് തീരെ നോക്കുന്നില്ല ക്യാമറയിലേക്ക്, ഭയങ്കര കളിയാണ്. മോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കി ചിരിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. മോനിന്ന് എന്തോ ഒരു മൂടില്ലാത്ത പോലെയാണ്. അപ്പോൾ ഞാൻ കരുതുന്ന മോളെ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന്. കുറച്ച് നേരം ഇപ്പം മോക്കും അടുത്ത്, ഓൾ പിന്നെ നിൽക്കുന്നില്ല, ഓളും പിന്നെ പാഞ്ഞ് കളിക്കുക ചെയ്യുന്നത്. എന്നാലും നല്ല രസം രണ്ടാളെ കളി കാണാൻ. നമുക്ക് ആസ്വദിക്കാനുള്ള മൈൻഡും നല്ല സമയവും ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കളി കണ്ടിരിക്കാൻ നല്ല രസമാണ്. പക്ഷെ നമുക്കധികം സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത്ര ഇതുണ്ടാവില്ല. എന്നാലും ഞാൻ മാക്സിമം ഇവരോട് എൻജോയ് ചെയ്യാൻ നോക്കാറുണ്ട്. ഞാൻ പിന്നെ യൂട്യൂബിലിടാൻ വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ ഇവരെ വീഡിയോസെല്ലാം എടുത്ത് വെക്കാറുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, മക്കൾ പെട്ടെന്ന് വളരും, പിന്നെ നമുക്കതൊരു മിസ്സിങ് ആവുന്നതുകൊണ്ട് ഞാൻ അവരെല്ലാ നല്ല നിമിഷങ്ങളും ഞാൻ വീഡിയോയിൽ പകർത്താറുണ്ട്. ഒരാളൊരു സാധനം എടുത്താൽ മറ്റേയാൾക്ക് അത് വേണം, അത് തന്നെയായിരിക്കും മറ്റേയാൾക്കും വേണ്ടത്. അതാണ് ഇവരുടെ കൂടുതൽ അടിക്കുള്ള കാരണം. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ മതി, ഫോട്ടോസൊന്നും എടുക്കണ്ട, വീഡിയോസ് ഉണ്ടല്ലോ അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാമെന്ന് ഓർത്ത് അവരുടെ ഡ്രസ്സെല്ലാം അയച്ച് മാറ്റുന്നത്. പിന്നെ അതിനുള്ള പരിപാടിയും അപ്പോഴേക്ക് റൂമെല്ലാം ഒരു കോലാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം എടുത്ത പടി അതേപോലെ വെക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. കാരണം കണ്ണ് തെറ്റി ഇവർ തന്നെ വന്നിട്ട് ഇതിനെ കൊണ്ടെല്ലാം കളിക്കൂ. അപ്പം ഞാനെല്ലാം ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ എടുത്ത് വെച്ചിട്ടില്ലേ പിന്നെ അത് ഇങ്ങനെ കിടന്ന് കുറേ ദിവസം ഇങ്ങനെ ആവുകയുള്ളൂ. അപ്പോൾ കൈയോടെ എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിനിടയിൽ എൻ്റെ മോന് ഉറക്കം വന്നിട്ട് ഞാൻ അവനെ ഉറക്കിയിട്ടുണ്ട്. മോൾ ഉറങ്ങിയിട്ടില്ല, മോളെൻ്റെ കൂടെ തന്നെ ഉണ്ട്, ഓരോ സാധനം എടുത്ത് കളിക്കുന്നുണ്ട്. ഒരാൾ പിന്നെ കിടക്കൽ കിടത്തി ഞാനെല്ലാം എടുത്ത് വെക്കും. രണ്ടാൾ ഉറങ്ങിയിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചാൽ എന്തായാലും എടുത്ത് വെക്കലുണ്ടാവില്ല. പിന്നെ എല്ലാം ഞാൻ എടുത്തപടി അതേപോലെ വെക്കുന്നുണ്ട്. ഇങ്ങനെ 2 ബക്കറ്റിലാക്കിയിട്ട് അവരെ ക്യാപ്പും ഷൂസും അവളുടെ ബോസും എല്ലാം ഞാനിങ്ങനെ അലമാരിലിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് പെട്ടെന്ന് എടുക്കാമല്ലോ. അപ്പോൾ ഈ മോൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ ഓൺലൈനിൽ തന്നെയാണ് വാങ്ങാറ്. എല്ലാം എടുത്തപടി അതേപോലെ വെക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് പിന്നീട് എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പമാവുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ആഗ്രഹം കൊണ്ട് എടുത്തതാണ്, കുറച്ച് കഷ്ടപ്പെട്ടു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതാണ് ഫോട്ടോസ്, സ്ക്രീൻഷോട്ട് എടുത്തതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.